ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റർടൈൻമെൻറ്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എൻ്റർടൈൻമെൻറ്റ് കീയുടെ ഈ എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. നമ്മൾ 2-3 ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സുകളുണ്ട്. വീഡിയോ ചെയ്യാതിരുന്നതിന് കാരണം അറിയാലോ, നമ്മുടെ വയനാട് നടന്ന ഒരു വലിയ ദുരന്തമാണ്. അതായത് സമാനതകളില്ലാത്ത ദുരന്തമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, പലരും ഒറ്റപ്പെട്ടു പോയി. സ്വന്തമായിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ വരെ ആ ഒരു സാഹചര്യമാണുള്ളത്. അവിടെ നടന്ന ആ ഒരു ദുരന്തം, അതിൻ്റെ ബാക്കി നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ നിലമ്പൂർ പുഴകളിൽ കണ്ടു. അതായത് ചാലിയാർ പുഴയിലൊക്കെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തുകയാണ്. വല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു മനസ്സിൽ ഭയങ്കര ഒരു വിഷമം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി മഴയൊക്കെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും മഴയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പേടിയാണ് ഇപ്പം മഴ വരുമ്പോൾ തന്നെ. ആ ഒരു പേടിയോട് കൂടി തന്നെയാണ് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ കാണുന്ന ന്യൂസ് ഇതാണ്. ഒരു ഗ്രാമമേ ഇല്ല. അതും അതിൻ്റെ അതിൻ്റെ ഒരു തീവ്രത എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെപ്പോലെ തന്നെ, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതുപോലെ സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയതായിരിക്കണം. രാവിലെ എണീക്കുമ്പോൾ പകുതി ആൾക്കാരില്ല. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒന്നും കൂടി കുറച്ച് കൂടുതലായിരുന്നു ഇതിൻ്റെ ഒരു എഫക്റ്റ്. കാരണം നിലമ്പൂരിൽ നിന്നാണ് ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുള്ളത്. അത് പുഴയിൽ ഒലിച്ചു വന്നത്, പിന്നെ കുറേ പാർട്സുകൾ, ശരീരത്തിൻ്റെ ഭാഗങ്ങൾ, ഇതെല്ലാം കൊണ്ടുപോകുന്ന ആംബുലൻസിൻ്റെ സൗണ്ട്, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു വിങ്ങലായിരുന്നു. ആലോചിച്ച് നോക്കണം. അതായത് കേരളത്തിൽ ഇത്രയും വലിയ ദുരന്തം അടുത്ത കാലഘട്ടത്തിൽ നടന്നിട്ടില്ല. ഇപ്പൊ 2018 നടന്ന ഫ്ലഡ്, അത് വലിയൊരു ദുരന്തം തന്നെയായിരുന്നു. പക്ഷെ അതിനെ നമ്മളെല്ലാവരും ചെറുത്തു നിന്ന് തോൽപ്പിച്ചു. നമ്മളതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നു. ഇത് ഒരു ഏരിയയിലാണ്, ഒരൊറ്റ പ്രദേശത്തെ ആൾക്കാരാണ് ഇത്രയും ആൾക്കാർ. ഒരു ഗ്രാമം എന്ന് തന്നെ പറയാം. ഗ്രാമം ഇല്ല. അത്രയ്ക്കും ഭയങ്കര എഫക്റ്റാണ് അത് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ദുരന്തം. അത് ശരിക്കും നമ്മളിരുന്ന് പറയുന്നതോ അതൊന്നും അല്ല, അതിൻ്റെ അപ്പുറമായിരിക്കണം അവിടെ നടന്നിട്ടുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ. നമ്മൾ ഈ TV കൂടെ കാണുന്നത് അങ്ങനെയല്ല നമുക്കറിയാൻ പറ്റുന്നുള്ളൂ. അതൊന്നും അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. എന്തായാലും അവിടെ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാവട്ടെ. അങ്ങനെയൊന്നും പെട്ടെന്ന് ശരിയാവുന്നതല്ല. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എങ്കിലേ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ. അതെ, തീർച്ചയായിട്ടും. അത് നമുക്ക് എല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാലും ഒന്നും കൂടി നമ്മളായിട്ട് പറയുന്നതാണ്, എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. അതിനകത്ത് വേറെ ജാതി മതം അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊണ്ടുവരാതെ എല്ലാവരും ഒത്തൊരുമിച്ച് തന്നെ നിന്നിട്ട് മുന്നോട്ട് പോവുക. യെസ്, എന്തായാലും കിഴി എപ്പിസോഡിൽ കിടക്കാം അല്ലേ? ഓക്കെ, മത്സരം വേണ്ട, ഞാൻ എടുക്കാം. ഓക്കെ, ഫസ്റ്റ് കിഴി. ഒരുപാട് അപ്ഡേറ്റ്സുകൾ കേട്ടോ നമുക്കുള്ളത്, വലുതും ചെറുതുമായ ഒരുപാട് അപ്ഡേറ്റ്സുകൾ. ഫസ്റ്റ് വൺ, തങ്കലാൻ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഓഗസ്റ്റ് 5 നടക്കും. സെക്കൻഡ് സിംഗിൾ ഇന്ന് വരും. അതെ, ടൈമൊന്നും കൊടുത്തിട്ടില്ല. സെക്കൻഡ് സിംഗിൾ ഇന്നുണ്ടെന്നാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് സിംഗിൾ വളരെ മനോഹരമായൊരു സോങ് ആയിരുന്നു, നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെ, എന്തായാലും തങ്കലാൻ ഓഗസ്റ്റ് 15 റിലീസിനെത്താം കേട്ടോ. യെസ്. അടുത്തത് കങ്കുവ, വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ. സിനിമയുടെ നിർമ്മാതാവായ ജ്ഞാനവേൽ രാജ ആള് തന്നെയായിരിക്കും ചെയ്യുന്നതെന്നാണ് കേൾക്കുന്നത് കേട്ടോ. വേറെ ആർക്കും കൊടുത്തിട്ടില്ല. ഓക്കെ, വമ്പൻ റിലീസാണ്. ഏകദേശം 50ഓളം രാജ്യങ്ങളല്ലേ. ഓക്കെ, അടുത്തത് വേട്ടയ്യൻ. ഓക്കെ, വേട്ടയ്യൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. നമ്മുടെ അഭിരാമിയുടെ ഡബ്ബിങ് തുടങ്ങിയിട്ടുണ്ട്. ഇതേ അഭിരാമി ഇപ്പോൾ ഏതാണ്ട് എല്ലാ സിനിമകളിലും ഉണ്ട് കേട്ടോ, അല്ലേ? നിറഞ്ഞ ആടാണ്, ഇഷ്ടം പോലെ എല്ലാ ലാംഗ്വേജിലും ഉണ്ടെന്നു. അതെ. എന്തായാലും മഞ്ജു വാര്യർ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അതായത് മഞ്ജു വാര്യറിൻ്റെ ക്യാരക്ടർ ഇതിൽ നമ്മുടെ രജനീകാന്തിൻ്റെ വൈഫായിട്ടായിരിക്കും. അത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആള് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഔട്ട് ആൻഡ് ഔട്ട് രജനി ഷോ ആയിരിക്കും സിനിമ എന്നുള്ളതാണ്. ഓക്കെ, അതാണല്ലോ നമ്മളും വെയിറ്റ് ചെയ്യുന്നത്. അതെ, രജനി ഷോയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. എന്തിരൻ 2 പോലെയും അതുപോലെ ഇന്ത്യൻ 2 പോലെയുള്ള ഷോ ആകാതിരുന്നാൽ മതി. അതൊരു സത്യം കേട്ടോ. ബാക്കി എന്ത് ഷോ ആയിക്കോട്ടെ, ബാക്കി എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, അങ്ങനെ ആക്കരുത്. തഗ് ലൈഫ്, അബ്രാമിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞോളൂ. അബ്രാമിയും നാസറും ഓൺ ബോർഡ് ആയിട്ടുണ്ട്. ഓക്കെ, അബ്രാമി എല്ലാ സിനിമയിലും വലിയ സിനിമകളുടെ ഒക്കെ ഭാഗമാണ്. ഇപ്പൊ മഹാരാജ വമ്പൻ ഒരു വേറെ ലെവൽ സിനിമയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു റോളിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ സരിപ്പോത് ശനിവാരം നമ്മുടെ നായകനാവുന്ന അടുത്ത സിനിമയാണ്. അതിൽ ഒരു പ്രധാന കഥാപാത്രമാവുന്നുണ്ട്. ഇപ്പോൾ വേട്ടയിലുണ്ട്, തഗ് ലൈഫിലുണ്ട്. ആള് സിനിമയിൽ മറ്റേ നായികയായിട്ട് അഭിനയിച്ചപ്പോൾ പോലും ഇത്രയും
റോളുകൾ ഇല്ലായിരുന്നു. അന്നത്തെ സമയത്ത് അതിനേക്കാട്ടിലുമാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ല ഓക്കെ, ടൈം ഉണ്ടല്ലോ ഓരോന്നിനും. അതെ. അടുത്തത് അഡിയോസ് അമിഗോ ആൻഡ് ഫൂട്ടേജ്. 2 സിനിമകളുടെയും റിലീസ് ഡേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 2, അതായത് ഇന്നായിരുന്നു ഈ സിനിമ റിലീസ് ആവേണ്ടിയിരുന്നത്. എന്തായാലും എന്താ കാരണം എന്നറിയാമല്ലോ, നമ്മുടെ വയനാട് നടന്ന ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ റിലീസ് മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ. ഡേറ്റ് പുറത്തു വിട്ടിട്ടില്ല കേട്ടോ, റിലീസ് ചെയ്യുന്ന ഡേറ്റ്. പല അപ്ഡേറ്റ്സുകളും പലരും കുറെ ARMന്റെ ഒക്കെ മാറ്റി വെച്ചു. അവരുടെ റിലീസ് ഡേറ്റ് ഒക്കെ വരേണ്ടിയിരുന്നതാണ്, അതൊക്കെ മാറ്റി. അടുത്തത് സ്ക്വിഡ് ഗെയിം 2. ഓ മൈ ഗോഡ്, സ്ക്വിഡ് ഗെയിം ഡിസംബർ 26 റിലീസ് ചെയ്യും. ഓക്കെ ഓക്കെ, അത് നെറ്റ്ഫ്ലിക്സ് ആണ് അറിയിച്ചിരിക്കുന്നത്. സ്ക്വിഡ് ഗെയിം ഫസ്റ്റ് ഭയങ്കര തരംഗമായിരുന്നു ഫസ്റ്റ്. ഓക്കെ, അടുത്തത് KD, ധ്രുവ സർജ നായകനാവുന്ന സിനിമയാണ്. സിനിമയിൽ നമ്മുടെ സഞ്ജയ് ദത്ത് പ്രധാന കഥാപാത്രം ചെയ്യുന്നുണ്ട്, വില്ലൻ ആയിരിക്കുമല്ലോ അല്ലേ? ആണെന്ന് തോന്നുന്നു. എന്തായാലും സഞ്ജയ് ദത്തിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. നല്ല കിടിലൻ ലുക്കാണ് കേട്ടോ, അടിപൊളിയായിരുന്നു. പോലീസുകാരൻ്റെ ലത്തി, തൊപ്പി, പിന്നെ ബെൽറ്റ്, ഇതൊക്കെ ആളുടെ കോസ്റ്റ്യൂമിൻ്റെ ഭാഗമാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് കിങ്, നമ്മുടെ കിങ് ഖാൻ നായകനാവുന്ന സിനിമ തന്നെയാണ്. സിനിമയിൽ വില്ലനായിട്ട് എസ് ജെ സൂര്യനെ പരിഗണിക്കുന്നു എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, എസ് ജെ സൂര്യ ആണെങ്കിൽ വേറെ ലെവലും ആയിരിക്കും. വേറെ ലെവലാവും. മാത്രല്ല SRKന്റെ കൂടെ ഒരു വ്യത്യസ്തമായ ഒരു വില്ലനായി. അതെ അതെ അതെ, ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു വില്ലനായിരിക്കും. ഒരു സത്യം കേട്ടോ, നല്ലൊരു സംഭവമാണത്. ഓക്കെ, അടുത്തത് വിടാമുയർച്ചി. വിടാമുയർച്ചി സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ, അതായത് നമ്മുടെ ഹൈദരാബാദ് ഷെഡ്യൂൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അസർബൈജാനിലായിരുന്നു ഇതിൻ്റെ ലാസ്റ്റ് ഷെഡ്യൂൾ. അത് ഈ അടുത്താണ് പാക്കപ്പ് ആയത്. ഇപ്പോൾ അടുത്ത ലാസ്റ്റ് ഷെഡ്യൂളാണ് ഇപ്പോൾ ഹൈദരാബാദ് നടക്കുന്നത്. 2 ആഴ്ചത്തെ ഷെഡ്യൂളാണ്. നവംബറിലാണ് സിനിമ റിലീസിന് പ്ലാനിങ് കേട്ടോ. ഓക്കെ ഓക്കെ, അടുത്ത കിഴി എന്തായാലും ഹണ്ട്. ഈ ഇത് നടക്കുമ്പോഴേ ഇതിങ്ങനെ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്. അതായത് നമുക്ക് അങ്ങോട്ട് അറിയുന്നവരെ ഇല്ല, പക്ഷെ നമ്മളെങ്ങോട്ട് അറിയുന്ന എത്ര പേരുണ്ടാവും എന്നുള്ള വേദന. സത്യം നമുക്ക് തോന്നിയിട്ടുണ്ട്, നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ടാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ആൾക്കാർ നമ്മൾ കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പം നമുക്കറിയില്ലെന്നേ ഉള്ളൂ, പക്ഷെ അത് എപ്പോഴും ഉള്ളിലൊരു ഭയങ്കര ഒരു വേദനയാട്ടോ. നമുക്കിങ്ങനെ തോന്നുകയാണ് നമ്മുടെ വേണ്ടപ്പെട്ടവരും അതിലുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യുന്നു. കാരണം ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് അയച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലാതെ തന്നെ വാട്സപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ മെസ്സേജ് അയച്ച് ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട്, നിങ്ങൾ സേഫ് അല്ലേ എന്ന്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ മനസ്സിന്. സത്യം പറഞ്ഞാൽ നമ്മളെ കുറിച്ച് അന്വേഷിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ അവർ ഓർക്കുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോഴാണ് ഭയങ്കര കാര്യം. ആ ഒരു അതേ അവസ്ഥ നമുക്ക് അങ്ങോട്ട് ഉണ്ടാവുകയാണ്. അവിടെ ഇത്രയും പേര് മരിച്ചു, അപ്പോൾ അതിൽ നമ്മളറിയുന്നവർ, നമ്മളെ സാധാരണ പോലെ വീഡിയോ കണ്ട് കിടന്നുറങ്ങിയവരാണ് നാളെ ഇല്ലാത്തത്. അതെ, അപ്പോൾ അത് നമ്മളങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണെങ്കിലും സിനിമ ഹണ്ട്, ഫുട്ടേജ് അല്ല, സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ഓഗസ്റ്റ് 9 ഷാജി കൈലാസ് ഡയറക്റ്റ് ചെയ്ത് ഭാവന നായികയാവുന്ന സിനിമ. അടുത്തത് STR 48. STRന്റെ ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. സിനിമ നിർമ്മിക്കേണ്ടിയിരുന്നത് നമ്മുടെ രാജ്കമാൽ ഫിലിംസ് ഇൻ്റർനാഷണൽ ആയിരുന്നു. അതായത് നമ്മുടെ കമലഹാസൻ്റെ പ്രൊഡക്ഷൻ കമ്പനി പിന്മാറി എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇപ്പോൾ പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് നമ്മുടെ STR തന്നെ നേരിട്ടെത്തുകയാണ് എന്നുള്ളതാണ്. അത് 200 കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ വരുന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത്. വലിയ ബഡ്ജറ്റാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പം പിന്മാറിയതും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അത്രയും വലിയ, അത് ഭയങ്കര ബഡ്ജറ്റായി പോയല്ലോ, ഭയങ്കര എമൗണ്ടാണ്. അത് തിരിച്ച് പിടിക്കാൻ പറ്റുന്നതാണെങ്കിൽ കുഴപ്പമില്ല, അത് പറ്റുമോ എന്നുള്ളതാണ് സംശയം കൊണ്ടായിരിക്കാം. അല്ല, അങ്ങനെയുള്ളൊരു ആളായിരിക്കണം. STR മോശം എന്നല്ല, പക്ഷെ പ്രഭാസ്, മഹേഷ് കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി ഒരു പവർ വേണം. അല്ലെങ്കിൽ പിന്നെ കിങ്കാനും സൽമാനും അങ്ങനെയുള്ളവരൊക്കെ. അതെ. അടുത്തത് നടന്ന സംഭവം. സിനിമേൻ്റെ OTT റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. മനോരമ മാക്സിൽ 9 അതായത് ഓഗസ്റ്റ് 9 റിലീസ് ചെയ്യും. ഓക്കെ. അടുത്തത് മമ്മൂട്ടി ഗൗതം മേനോൻ മൂവി. സിനിമയുടെ ഷൂട്ട് കൊച്ചിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അപാരമായ മഴ കാരണം താൽക്കാലികമായിട്ട് ഇതിൻ്റെ ഷൂട്ട് നിർത്തിവെച്ചു എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. 17-18 ദിവസമായിട്ട് ഇതിൻ്റെ ഷൂട്ട് നടന്നു. അതിൻ്റെ ഒരു സ്റ്റില്ലുണ്ട് കേട്ടോ. എന്തായാലും ഷൂട്ട് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്.
എല്ലായിടത്തും മഴ തന്നെയാണ്, നമുക്കറിയാലോ മഴേൻ്റെ ഒരു ശക്തി. അടുത്തത് അമരൻ. അമരൻ സിനിമയുടെ മ്യൂസിക് പാർട്ണർ സരിഗമ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ശിവകാർത്തികേയൻ നായനാവുന്ന സിനിമയാണ്. യെസ്. സിനിമ ഒക്ടോബർ 31 റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത കിഴി. ഓക്കെ. ഊഹിക്കാൻ പറ്റുന്നുണ്ടോ ഇത് ഏതായിരിക്കും? ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. ഗോട്ട് സിനിമയുടെ 3rd സിംഗിൾ വരാൻ പോകുന്നു. ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് 3-ാം തീയതിയാണ് ഇതിൻ്റെ 3rd സിംഗിൾ വരുന്നത്. ആ ഒരു പോസ്റ്റർ നമുക്കിതവിടെ കാണാം. ഇതേ അത് പഴയ ലുക്കാണെന്ന് തോന്നുന്നു. എന്തായാലും പഴയ ലുക്ക് തന്നെയാണ് എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ഇന്ന് വന്ന ഒരു പോസ്റ്ററുണ്ട്. ഇതേ ടൈമും, അതായത് നാളെ 7 മണിക്കാണ് ഇതിൻ്റെ 3rd സിംഗിൾ വരുന്നത്. ഇന്ന് 7 മണിക്ക് ഇതിൻ്റെ പ്രൊമോ സോങ് വരുന്നുണ്ട്. നമുക്ക് മഴയില്ലെങ്കിൽ എന്തായാലും ചെയ്യാം. മഴയാണെങ്കിലാണ് പ്രശ്നമുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യും. യെസ്. അപ്പോൾ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.